നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഡിസംബർ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 25 ലക്ഷത്തിനടുത്ത് ആളുകളുടെ വിവരങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പട്ടികയിലെ വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് SIR വിവരങ്ങൾ പരിശോധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഡിസംബർ 18 വരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എനിമറേഷൻ ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ നടപടികൾ ഇന്നുവരെ ഉള്ളതിനാൽ തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികയിൽ കൂടുതൽ പേരുകൾ ഉൾപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ ബൂത്ത് തലത്തിലും മരണപ്പെട്ടു പോയവർ, അതോടൊപ്പം തന്നെ സ്ഥലത്തില്ലാത്തവർ, സ്ഥലം മാറിപ്പോയവർ, കണ്ടെത്താൻ കഴിയാത്തവർ തുടങ്ങിയവരെയൊക്കെയാണ് ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. കാരണങ്ങൾ സഹിതം അപേക്ഷിച്ചാൽ വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ വീണ്ടും പേര് ഉൾപ്പെടുത്താൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലിങ്കിൽ കയറി ജില്ല, മണ്ഡലം, ബൂത്ത് തുടങ്ങിയ വിവരങ്ങൾ നൽകിയാൽ പട്ടിക ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ERO, AERO, BLO എന്നിവർ നടത്തിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ EF അപ്ഡേറ്റ് അനുസരിച്ച് PDF കാണിച്ചിരിക്കുന്ന ഡാറ്റ ദിവസേന സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്യുന്നതോടുകൂടി കേരളത്തിൽ ലക്ഷങ്ങൾ പുറത്താകും എന്നതാണ് റിപ്പോർട്ട്. നിലവിലുള്ള 22 ലക്ഷം പേരിൽ വലിയ പങ്കും പദ്ധതിക്ക് പുറത്താകുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതവും കുറയും. മറ്റു കേന്ദ്ര പദ്ധതികളെ പോലെ കുടിശ്ശിക കൂടിയാൽ പദ്ധതി പൂർണ്ണമായിട്ടും നിർജ്ജീവമാവുകയും ചെയ്യും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പൊളിച്ച് VBG റാംജി നിയമം വരുമ്പോൾ കേരളത്തിൽ പദ്ധതിയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തിരിച്ചടിയാകുന്നത്. നിലവിൽ അംഗങ്ങളായിട്ടുള്ള 22 ലക്ഷം പേരിൽ പകുതിയിലധികം ആളുകൾ പദ്ധതിക്ക് പുറത്തു പോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്ന് ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും നിലവിൽ ലഭിക്കുന്ന 100 ദിവസം പോലും എത്താനായിട്ട് സാധ്യത വിരളമാണെന്നാണ് വിലയിരുത്തൽ. പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രമാണ് വിജ്ഞാപനം ചെയ്യുക. അതോടെ പദ്ധതി ചുരുങ്ങും. കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ലെന്ന നിബന്ധനയും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കും. തൊഴിലുറപ്പിലൂടെ നടപ്പാക്കിയിരുന്ന കാർഷിക ജോലികളെയും മാലിന്യ സംസ്കരണ പദ്ധതികളെയും ഒക്കെ തന്നെ പുതിയ നിയമം ബാധിക്കുന്നതാണ്. നിലവിൽ 4000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതമായിട്ട് കേരളത്തിന് ലഭിക്കുന്നത്. പദ്ധതി ചെലവിൻ്റെ 40% സംസ്ഥാനം വഹിക്കണമെന്നാണ് പുതിയ നിബന്ധന. ഇതനുസരിച്ച് കേരളം 1600 കോടി രൂപയോളം മുടക്കേണ്ടി വരും. കേന്ദ്ര ഫണ്ട് ഉപാധികളുമുണ്ട്. നിശ്ചയിച്ചതിനപ്പുറം ചിലവായാൽ സംസ്ഥാനം തുക വഹിക്കണം. വേതനം വൈകിയാൽ നഷ്ടപരിഹാരവും തൊഴിലില്ലെങ്കിൽ അലവൻസും സംസ്ഥാനമാണ് നൽകേണ്ടത്. പുതിയ നിബന്ധനകളെല്ലാം തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനും തിരിച്ചടിയാകുമെന്നാണ് ചുരുക്കം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരുന്ന 1000 രൂപ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കും. ഈ മാസം തന്നെ തുടങ്ങുന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്യുക. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നതിനാൽ അപേക്ഷകൾ സ്വീകരിക്കാനോ അതിൻ്റെ നടപടിക്രമങ്ങൾക്കോ ഈ മാസം ആദ്യ ആഴ്ചകളിൽ തുടക്കം കുറിച്ചിരുന്നില്ല. താൽക്കാലികമായിട്ട് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ തന്നെ അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷൻ വളരെ വൈകാതെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇതിനു മുൻപ് തന്നെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകളൊക്കെ തന്നെ നൽകിയതാണ്. അപ്പോൾ ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ, അത് സംബന്ധിച്ച വിവിധ ഡോക്യുമെൻറ്റുകൾ അതെന്തൊക്കെയെന്നും പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും സംഘടിപ്പിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും എത്രയും വേഗം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരേ സമയത്ത് കൂടുതലായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ, പ്രത്യേകിച്ചും വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ അനുബന്ധ ഡോക്യുമെൻ്റായിട്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വില്ലേജ് ഓഫീസുകളിൽ വലിയ തിരക്കുകൾ അനുഭവപ്പെടാനായിട്ട് കാരണമാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപേക്ഷാ ഫോമുകൾ ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകാം. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തിരക്കില്ലാത്ത സമയങ്ങളിൽ ഈ രേഖകളെല്ലാം തന്നെ എടുത്തു വയ്ക്കുന്നതിനായിട്ട് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള തുക വിതരണമാണ് നടന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും എത്തിച്ചേർന്നിട്ടുമുണ്ട്. 2000 രൂപ വീതമുള്ള വിതരണമാണ് ഈ സമയത്ത് ഇപ്പോൾ നടന്നിരിക്കുന്നത്.
അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുണ്ട്. അതാകട്ടെ 6 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കളുണ്ട്. അവർക്കെല്ലാം തന്നെ കേന്ദ്ര വിഹിതം കൂടി ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ എല്ലാവർക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ക്രിസ്മസ് പുതുവത്സരമൊക്കെ തന്നെ പ്രമാണിച്ചാണ് വിതരണം ഇപ്പോൾ നേരത്തെ ആക്കിയിട്ടുള്ളത്. ഇനി ഇതേ സാഹചര്യത്തിൽ പെൻഷനിൽ വീണ്ടും ഒരു വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന ബജറ്റിലായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ, അതും കുടിശ്ശിക ഉൾപ്പെടെയുള്ളതൊക്കെ തന്നെ ഇനി വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് തന്നെ നിരവധി കുടിശ്ശികയുണ്ട്. അതുൾപ്പെടെ നൽകേണ്ട സാഹചര്യമാണ്. അതുപോലെ തന്നെ വിവിധ പെൻഡിങ് വെച്ചിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കേണ്ടതുണ്ട്. എല്ലാം ഈ മാസം തന്നെ ആരംഭിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ നടപടികൾ ഈ മാസം തന്നെ തുടങ്ങുന്ന രീതിയിലൊക്കെ ഉള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്തു വരികയാണ്. മാത്രമല്ല പെൻഷൻ വാങ്ങുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പെൻഷൻ വർധനവ് വീണ്ടും ഉണ്ടായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ഇപ്പോൾ അടുത്ത് വരികയാണ്. അതിനു മുൻപ് തന്നെ സംസ്ഥാന ബജറ്റ് ഉണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെ അവസാന ബജറ്റ് കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ബജറ്റിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അതുവഴി ജനങ്ങളുടെ കൈകളിലേക്ക് ആനുകൂല്യം നേരിട്ടെത്തിക്കുന്ന വിവിധ സ്കീമുകളൊക്കെ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതുമാത്രമല്ല ഇതിനെ സംബന്ധിച്ച് ചില സൂചനകളൊക്കെ തന്നെ ഈ സമയത്ത് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 2ാം ദിനവും സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വ്യാഴാഴ്ച ഡിസംബർ 18-ാം തീയതി 22-കാരൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് 30 രൂപ കൂടി 12,360 രൂപയിലും പവന് 240 രൂപ വർദ്ധിച്ച് 98,880 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.